ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മമ്മിയുടെ അപ്പച്ചൻ്റെ ചാത്താണ് കല്ലുംപുറം പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പം സാധാരണ തലേദിവസം പോകാറുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം കരോൾ സർവീസൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ പപ്പേനെയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. മമ്മി തലേദിവസം പോയിട്ടുണ്ട് കേട്ടോ. മാമി എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 8:45 കൂട്ടി തന്നെ പള്ളിയിലോട്ടേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്ന് കുർബാനയ്ക്ക് തിരുമേനിയായിരുന്നു. അത് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കുർബാനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലച്ചു വന്നപ്പോൾ കുഞ്ഞാവയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ തലേദിവസം അവിടെ പോയിട്ട് ലച്ചുവിനായിട്ട് കളിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ദിവസം തന്നെ ഇരുന്നിട്ട് അപ്പച്ചൻ്റെ അനിയൻ്റെയും ചാത്തുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും ധൂപപ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒത്തുകൂടുന്ന ദിവസം തന്നെയായിരുന്നു കേട്ടോ. അത് കുറേ കാലത്തിന് ശേഷം പെരുന്നാളിനായിരുന്നു ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ വെക്കേഷനും കൊണ്ടിട്ടാണല്ലോ. അപ്പോൾ കുട്ടൂസൻ സാറമോളിനായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കുട്ടൂസൻ. സാധാരണ എടുത്താൽ വരാറുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്താണോ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ കല്ലുംപുറം പള്ളിക്കാരുടെ ഒരു ക്രിസ്മസ് കൂടാണ് ഇട്ടത്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഈ കുർബാന കഴിഞ്ഞിട്ട് ഇന്ന് ചോറായിരുന്നു പള്ളിയിൽ. സാധാരണ കഞ്ഞി ഉപ്പേരി ആവാറ്. പിന്നെ ചോറ്, സാമ്പാർ, ഉപ്പേരി, ഇഞ്ചിമുളി, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു. പച്ച വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ പോയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേഹ വന്നിട്ടുണ്ട്, ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവനെന്താ കമ്പനി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അപ്പവും ജാസും സാറമോളും ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം അച്ചാച്ചൻ്റെ ബർത്ത്ഡേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പു വരുമ്പോൾ കേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേക്കൊക്കെ കട്ട് ചെയ്തു. വളരെ ഹാപ്പി ആയിട്ട് ബർത്ത്ഡേ ഒക്കെ കഴിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ചുറ്റുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലച്ചു ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേക്ക്. അപ്പോൾ ലച്ചുവിൻ്റെ ഫ്രണ്ടിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കുഞ്ഞാവയ്ക്ക്. അങ്ങനെ കുട്ടൂസിനായിട്ടും ചേച്ചിമാർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറമോൾ പപ്പടം അടുത്ത് വന്നിരുന്നിട്ട് കുറേ ചിത്രങ്ങളൊക്കെ കാണിച്ച് ഓരോന്നും എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞാവയുടെ മടിയിൽ കുട്ടൂസനെ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി ചെയ്തു. അങ്ങനെ കുട്ടൂസനെ കുഞ്ഞാവയുടെ മടിയിലൊക്കെ വെച്ച് കൊടുത്തു. എല്ലാവരും ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു. സാറമ്മളുടെ അടുത്ത് കോഴിക്കോട്ടേക്ക് പോകണില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ മാമയുടെ കൈ പിടിച്ച് കൊണ്ടുവരികയാണ്. എല്ലാവർക്കും ചാറ്റയൊക്കെ പറഞ്ഞിട്ട് അവൾ മമ്മിയുടെ കൂടെ കോഴിക്കോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനൊക്കെ വന്നു. അച്ഛൻ വന്നിട്ട് പ്രത്യേകം പ്രാർത്ഥനയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയും കോളിഫ്ലവർ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവർക്കും സിപ്പപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മക്കളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർക്കൊക്കെ സിപ്പപ്പ് കൊടുത്തു. അതിനുശേഷം യൂട്യൂബിൽ പാട്ടൊക്കെ വെച്ച് തട്ടിയിട്ട് മുട്ടിയിട്ട് മോണില്ല എന്നുള്ള ഉറുമ്പിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാറമോളും ലച്ചൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും ലേറ്റ് ആയിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇന്നും കരോൾ സർവീസ് ഉണ്ട്. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.